കാറ്റത്തെ കിളിക്കുടിയിലെ ഒരു അപ്കമിങ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുധീഷിൻ്റെ കള്ളത്തരങ്ങളെല്ലാം കണ്ടുപിടിച്ച നിധി ഓരോന്നോരോന്നായി സുധീഷിൻ്റെ അടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. നിധി ചോദിക്കുമ്പോഴെല്ലാം സുധീഷ് വീണ്ടും കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് സഹിക്കാനാവാതെ നിധി സുധീഷിൻ്റെ കോളറിന് പിടിച്ച് ചോദിക്കുന്നുണ്ട്. നീ പക്ക ക്രിമിനലാണ്. നിന്നെപ്പോലൊരു ഫ്രോഡിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് അന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ച് മാരേജ് എന്ന ഒരു ഓപ്ഷനെ പോലീസിന് കൊടുത്തത് നീയായിരിക്കും. ഇല്ല നിധി, സത്യമായിട്ട് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ട് ഒന്നും ചെയ്തിട്ടില്ല. അന്ന് പോലീസുകാർ നമ്മൾ ലവേഴ്സാണോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഒന്നും പറഞ്ഞില്ല. അന്നവിടെ വെച്ച് നമ്മുടെ വിവാഹം നടന്നില്ലായിരുന്നെങ്കിൽ നിൻ്റെ അച്ഛൻ അപ്പോൾ തന്നെ നിന്നെ കൊണ്ടുപോയേനെ. ആ സമയത്തൊക്കെ എനിക്ക് നിന്നെ ഇഷ്ടമായിരുന്നു നിധി. പക്ഷേ നിന്നെ വിവാഹം കഴിക്കാൻ വേണ്ടി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. നീ സമാധാനമായി ഒന്ന് ചിന്തിച്ച് നോക്ക് നിധി. അന്ന് നമ്മുടെ വിവാഹം നടന്നില്ലായിരുന്നു എങ്കിൽ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വരില്ലായിരുന്നു. നല്ലൊരു ജോലി നിനക്ക് നേടാൻ പറ്റില്ലായിരുന്നു. വിവാഹം കഴിഞ്ഞതുകൊണ്ടല്ലേ നിന്നെ നിൻ്റെ വീട്ടുകാർ വെറുതെ വിട്ടത്. വിവാഹം കഴിയാതെയാണ് നീ ഇങ്ങോട്ടേക്ക് വന്നിരുന്നതെങ്കിൽ അപ്പോൾ തന്നെ നിൻ്റെ ചേട്ടനും നിൻ്റെ അച്ഛനും കൂടെ നിന്നെ കൊണ്ടുപോയേനെ. ഇതൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്ക് നിധി. ഒറ്റയടിക്ക് എന്നെ ഇങ്ങനെ കുറ്റവാളിയാക്കാതെ. ഇത് കേട്ട് നിധി പൊട്ടിത്തെറിക്കുന്നുണ്ട്. നീ കുറ്റവാളി തന്നെയാ. നീ എന്നോട് പറഞ്ഞ ഓരോ കാര്യവും നുണയാണ്. നീ നിൻ്റെ വീടിനെ പറ്റി പറഞ്ഞത് നുണ, നിന്നെപ്പറ്റി പറഞ്ഞത് നുണ, നിൻ്റെ വീട്ടുകാരെ പറ്റി പറഞ്ഞതും നുണ തന്നെയാണ്. അങ്ങനെ ഓരോ നുണയും പറഞ്ഞ് അതിനെപ്പറ്റി ഞാൻ ചോദിക്കുമ്പോൾ അതിനേക്കാൾ വലിയ നുണയാണ് നീ എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നത്. ഓരോ നിമിഷവും നീ എന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ. ഇനി ഞാൻ അറിയാതെ എത്ര നുണ എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. നിൻ്റെ അടുത്ത് നിൽക്കാൻ പോലും എനിക്ക് നാണക്കേടാവുന്നു. എന്നിട്ടും എന്നെ പ്രൊപ്പോസ് ചെയ്യാൻ വന്നിരിക്കുന്നു. നിന്നെപ്പോലൊരു ഫ്രോഡിനെ ആർക്കെങ്കിലും ഇഷ്ടമാവോ? എന്നിട്ട് ഞാൻ നിന്നെ ലവ് ചെയ്യണം പോലും. എനിക്ക് നിന്നോട് കുറച്ചൊരു ബഹുമാനമുണ്ടായിരുന്നു, അതും ഇപ്പോൾ ഇല്ലാതായി. അറിഞ്ഞോ അറിയാതെയോ നീ ഇതുവരെ എനിക്ക് ചെയ്തു തന്ന എല്ലാ ഉപകാരത്തിനും നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നിധി കൈകൂപ്പുന്നുണ്ട്. ഇനി നീ എൻ്റെ പിറകെ വരരുത്. നിന്നെപ്പോലെ ഒരാളെ സ്നേഹിക്കാൻ എനിക്ക് ഒരിക്കലും കഴിയില്ല. നമ്മുടെ വിവാഹം ശരിക്കുമുള്ളൊരു വിവാഹമാക്കി തീർക്കാമെന്ന് നീ സ്വപ്നത്തിൽ പോലും കരുതണ്ട. ആദ്യം ഞാൻ ഡൈവോഴ്സ് ചെയ്യും. അതിനുശേഷം നിന്റെ ചുറ്റുവട്ടത്ത് പോലും ഞാൻ താമസിക്കില്ല. എനിക്ക് നിന്നെ കൊല്ലാനാണ് തോന്നുന്നത്. ദയവ് ചെയ്ത് എൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കല്ലേ. എങ്ങോട്ടെങ്കിലും പോ. അങ്ങനെ രണ്ടുപേരും വീട്ടിലേക്ക് വരുന്നുണ്ട്. സുഭാഷേട്ടനും നികേഷും ഒക്കെ ഉറങ്ങാനായിട്ട് കിടന്നിട്ടുണ്ട്. നിധി പെട്ടെന്ന് അകത്തേക്ക് കയറിപ്പോയി വാതിൽ വലിച്ചടയ്ക്കുന്നുണ്ട്. വിഷമത്തോടെ നിൽക്കുന്ന സുധീഷിനെ കണ്ട് സുഭാഷേട്ടൻ ചോദിക്കുന്നുണ്ട്, എന്താ സുധീഷേ? സുധീഷ് ആണെങ്കിൽ ഒന്നും മിണ്ടാതെ കിച്ചണിൽ പോയി ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കുകയാണ്. ഇത് കണ്ട് എല്ലാവരും എഴുന്നേറ്റിരിക്കുന്നുണ്ട്. പരസ്പരം നോക്കുന്നുണ്ട്. ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല. വളരെ സന്തോഷത്തോടെ തൻ്റെ സ്നേഹം അവളോട് തുറന്നു പറയുമെന്ന് പറഞ്ഞിട്ടാണല്ലോ പുറത്തേക്ക് പോയത്. പിന്നെ എന്ത് പറ്റിയെന്നാണ് സുഭാഷേട്ടൻ ചിന്തിക്കുന്നത്. ബീച്ചിൽ വെച്ച് നിധി ചോദിച്ച ഓരോ ചോദ്യവും സുധീഷിനെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട്. അവൻ മുഖമൊക്കെ തുടച്ച് ഹാളിൽ വന്നിരിക്കുകയാണ്. ഹരീഷ് ചോദിക്കുന്നുണ്ട്, സുധീഷ് ഏട്ടാ, ഏട്ടത്തിയോട് കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞോ? അപ്പോൾ സുധീഷ് ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങളാരും കിടന്നില്ലേ, ഉറങ്ങിയില്ലേ? അപ്പം നികേഷ് ചോദിക്കുന്നുണ്ട്, സുധീഷ് ഏട്ടാ സത്യം പറ, ഏട്ടത്തിയോട് ചേട്ടൻ്റെ ലവ് തുറന്നു പറഞ്ഞോ? എന്താ ഏട്ടത്തി പറഞ്ഞത്? സുധീഷ് ഏട്ടൻ്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്? ഇല്ല, ഞാൻ പറഞ്ഞില്ല, അതിനുള്ള സമയം കിട്ടിയില്ല എന്ന് സുധീഷ് കള്ളം പറയാണ്. അപ്പം നികേഷ് ചോദിക്കുന്നുണ്ട്, എന്താ ചേട്ടാ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇത്രയും നേരമായില്ലേ, എന്നിട്ടും സമയം കിട്ടിയില്ല എന്നാണോ പറയുന്നത്? അല്ലടാ, അതിനുള്ള ടൈം ആയിട്ടില്ലെന്നാ പറഞ്ഞത്. അപ്പോൾ ഇത്ര നേരമായിട്ടും നിങ്ങൾ എന്താ ഇവിടെ ചെയ്തുകൊണ്ടിരുന്നതെന്ന് ഹരീഷ് ചോദിക്കുന്നുണ്ട്. അത് ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് കേട്ട് നികേഷ് പറയുന്നുണ്ട്, വല്ലാത്ത ചതിയായിപ്പോയി സുധീഷ് ഏട്ടാ. ഞാൻ സുഭാഷ് ഏട്ടനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഇന്ന് എന്തായാലും സുധീഷ് ഏട്ടൻ ചേച്ചിയോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുമെന്ന്. എന്തായാലും ഞാൻ കിടക്കുകയാണെന്ന് പറഞ്ഞ് നികേഷും ഹരീഷൊക്കെ കിടക്കുകയാണ്. അപ്പോൾ സുധീഷും ലൈറ്റ് ഓഫ് ചെയ്ത് സുഭാഷ് ഏട്ടൻ്റെ അടുത്ത് പോയി ഇരിക്കുകയാണ്. സുധീഷ്, നിങ്ങൾ രണ്ടുപേരും ഭക്ഷണം കഴിച്ചോ എന്ന് സുഭാഷ് ഏട്ടൻ ചോദിക്കുന്നുണ്ട്. ആ കഴിച്ചു എന്ന് കള്ളം പറയുന്നുണ്ട് സുധീഷ്. അങ്ങനെ എല്ലാവരും ഉറങ്ങാനായിട്ട് കിടക്കുകയാണ്. അപ്പോഴും നികേഷും ഹരീഷൊക്കെ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏട്ടത്തിയോട് നിൻ്റെ സ്നേഹം തുറന്നു പറഞ്ഞിട്ടുണ്ടാവുമെന്നാണ് ഞങ്ങളൊക്കെ വിചാരിച്ചത്. അപ്പോൾ സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട്, അതിനുള്ള ടൈം ആയിട്ടില്ലെന്ന് അവൻ തന്നെ പറഞ്ഞില്ലേ, അവന് ടൈം ആവുമ്പോൾ അവൻ തുറന്നു പറഞ്ഞോളും, മിണ്ടാതെ കിടന്ന് ഉറങ്ങാൻ നോക്ക് എന്ന് പറയുന്നു. എല്ലാവരും കിടന്ന് ഉറങ്ങുന്നു. പക്ഷേ സുധീഷിന് ഉറക്കം വരുന്നില്ല.
നിധി രാവിലെ ഓഫീസിലേക്ക് പോകാനായി ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സുഭാഷ് ഏട്ടൻ വന്നിട്ട് ചോദിക്കുന്നത്, മോളെ ഇന്ന് വൈകിട്ടത്തേക്ക് വെജിറ്റബിൾ റൈസ് മതിയോ എന്ന് ചോദിക്കുമ്പോൾ മതി സുഭാഷ് ഏട്ടാ എന്ന് പറയുന്നുണ്ട്. പെട്ടെന്ന് സുധീഷ് റൂമിൽ നിന്നും ഇറങ്ങി വരുന്നുണ്ട്. നിധിയെ കണ്ടതും പെട്ടെന്ന് അവിടെ നിന്നു പോവുകയാണ്. സുധീഷിനെ കണ്ടതും നിധി കാണാത്ത മട്ടിലിരിക്കുന്നുണ്ട്. അവളുടെ മുഖത്ത് ദേഷ്യം വരുവാണ്. സുധീഷിൻ്റെ മുഖത്തും വല്ലാത്ത സങ്കടം. തലേ ദിവസം രാത്രി നടന്ന സംഭവങ്ങളാണ് സുധീഷിൻ്റെ മനസ്സിൽ നിറയെ. സുഭാഷ് ഏട്ടനും ഹരീഷും നികേഷും ഒക്കെ രണ്ടുപേരെയും മാറി മാറി നോക്കുകയാണ്. അവർക്കിടയിൽ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. പെട്ടെന്ന് സുധീഷ് കിച്ചണിലേക്ക് പോകുന്നുണ്ട്. സുധീഷ് പെട്ടെന്ന് തിരിച്ചു വന്ന് ഹാളിൽ ഇരിക്കുകയാണ്. തല താഴ്ത്തിയിരിക്കുന്ന സുധീഷിനെ കണ്ട് സുഭാഷ് ഏട്ടൻ ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി സുധീഷേ, നിനക്ക് സുഖമില്ലേ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് സുധീഷ് പറയുകയാണ്. എന്താ നിനക്ക് പനിക്കുന്നുണ്ടോ അതോ തലവേദനയാണോ എന്ന് ചോദിച്ചുകൊണ്ട് സുഭാഷ് ഏട്ടൻ തൊട്ടു നോക്കുന്നുണ്ട്. ഒന്നുമില്ല സുഭാഷ് ഏട്ടാ, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നിങ്ങനെ സുധീഷ് പറയുകയാണ്. ഞാനൊരു ഗ്ലാസ് ചായ എടുക്കാമെന്ന് പറയുമ്പോൾ എനിക്കൊന്നും വേണ്ടാന്ന് സുധീഷ് പറയുന്നു. നികേഷ് നിധിയോട് ചോദിക്കുന്നുണ്ട്, ഏട്ടത്തി ഇന്നലെ രാത്രി ഏട്ടത്തിയാണോ അതുവരെയും സ്കൂട്ടി ഓടിച്ചത്? സ്കൂട്ടി ഓടിക്കാനൊക്കെ പഠിച്ചോ എന്ന് ചോദിക്കുമ്പോൾ നിധി പറയുന്നുണ്ട്, അതെ ഞാൻ തന്നെയാണ് ഓടിച്ചത്, എനിക്കിപ്പോൾ കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ സൂപ്പറായിട്ടുണ്ടല്ലോ, ഏട്ടനെയും പിറകിലിരുത്തിക്കൊണ്ടല്ലേ ഇന്നലെ പോയത്. അപ്പോൾ ഇനി ഓഫീസിലേക്ക് പോകുന്നത് സ്കൂട്ടിയിലാക്കിയാലോ എന്ന് നികേഷ് ചോദിക്കുമ്പോൾ നിധി പറയുന്നുണ്ട്, അതിന് എൻ്റെ കയ്യിൽ ലൈസൻസ് ഇല്ലല്ലോ. അപ്പോൾ സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട്, നിധി അതെല്ലാം നമ്മുടെ സുധീഷ് ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. എടാ സുധീഷേ, നീ നിധിയുടെ ആ ലൈസൻസിനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്ക്. ഇത് കേട്ട് സുധീഷ് ശരി ചേട്ടാ ഞാൻ നോക്കാമെന്ന് പറയുമ്പോൾ നിധിക്ക് ദേഷ്യം വരികയാണ്. നിധി പെട്ടെന്ന് എഴുന്നേറ്റ് പോവാനായിട്ട് നോക്കുമ്പോൾ ഇങ്ങോട്ട് താ മോളെ ഗ്ലാസ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നിധിയുടെ കയ്യിൽ നിന്നും ആ കപ്പ് വാങ്ങിക്കുകയാണ്. എനിക്കാണെങ്കിൽ ദേഷ്യം സഹിക്കാൻ കഴിയുന്നില്ല. പെട്ടെന്ന് റൂമിൽ കയറി വാതിലങ്ങ് വലിച്ചടയ്ക്കുമ്പോൾ ആ സൗണ്ട് കേട്ട് എല്ലാവരും അങ്ങോട്ടേക്ക് നോക്കുകയാണ്. ഹരീഷ് സുധീഷിനോട് ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾ രണ്ടുപേരും വഴക്കാണോ? ഏയ് അങ്ങനെയൊന്നുമില്ലെന്ന് സുധീഷ് പറയുമ്പോൾ സുഭാഷ് ചോദിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഇന്നലെ നിങ്ങൾ രണ്ടുപേരും വന്നതിന് ശേഷം ഒന്നും മിണ്ടുന്നില്ലല്ലോ. ഏയ് വഴക്കൊന്നുമില്ല, ഞാൻ വേറെന്തോ കാര്യം ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സുധീഷ് അവിടെ നിന്നും എഴുന്നേറ്റ് പോവാണ്. അതിനുശേഷം നികേഷ് പറയുന്നുണ്ട്, ഇല്ല സുഭാഷ് ഏട്ടാ, എന്തോ സംഭവിച്ചിട്ടുണ്ട്. നിധി റൂമിൽ നിന്നും ഇറങ്ങി വരുന്നത് കണ്ട് സുഭാഷ് ഏട്ടൻ ചോദിക്കുന്നുണ്ട്, മോളെ നിധി നീയും സുധീഷും തമ്മിൽ വഴക്കിട്ടോ? ഇത് കേട്ട് നികേഷും ചോദിക്കുന്നുണ്ട്, അല്ല ഏട്ടത്തി ഇന്നലെ രാത്രി ബീച്ചിലൊക്കെ പോയതല്ലേ, അവിടെ വെച്ച് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ എന്നാണ് സുഭാഷ് ഏട്ടൻ ചോദിക്കുന്നത്. നിധി ഒരല്പം ചിന്തിച്ചതിന് ശേഷം പറയുന്നുണ്ട്, ഇല്ല പ്രശ്നമൊന്നുമില്ല, ഞങ്ങൾ ബീച്ചിൽ പോയി അല്പനേരം സംസാരിച്ചിരുന്നു, തിരിച്ചു വന്നു, അത്രയേ ഉള്ളൂ. സുധീഷ് നിധിയുടെ പിറകെ ചെല്ലുവാണ്. നിധിയാണെങ്കിൽ സുധീഷിൽ നിന്നും മാറി നടക്കുകയാണ്. എന്നാൽ സുധീഷ് പറയുന്നുണ്ട്, നിധി ഒന്ന് നിൽക്ക്, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ഇന്നലെ ഞാൻ നിന്നോട് തെറ്റായി എന്തെങ്കിലും പറഞ്ഞോ? എനിക്ക് അവരുടെ മുഖത്തേക്കൊന്നും നോക്കാൻ പോലും കഴിയുന്നില്ല. ഇത് കേട്ട് നിധി ചോദിക്കുന്നുണ്ട്, അതെന്താ? നിന്റെ കള്ളത്തരങ്ങളെല്ലാം ഞാൻ അവരോട് പറയുമെന്ന് വിചാരിച്ചിട്ടാണോ? ഞാനതൊന്നും അവരോട് പറയാൻ പോകുന്നില്ല. നീ ഇങ്ങനൊരു കള്ളത്തരം ചെയ്താണ് എൻ്റെ കഴുത്തിൽ താലി കെട്ടിയതെന്ന് സുഭാഷ് ഏട്ടൻ അറിഞ്ഞാൽ അവരുടെ മനസ്സ് ഒരുപാട് വേദനിക്കും. ഹരീഷും നികേഷും ഒക്കെ നിങ്ങളെപ്പറ്റി എന്താ വിചാരിക്കുക? അവരെല്ലാം നിങ്ങളെപ്പറ്റി എന്താ വിചാരിക്കുക? അതുകൊണ്ട് ഞാൻ ആരോടും ഒന്നും പറയുന്നില്ല, നിങ്ങളും ഒന്നും പറയണ്ട. ഇല്ല എന്ന് സുധീഷ് തലയാട്ടുന്നുണ്ട്. അപ്പോൾ നിധി പറയുന്നുണ്ട്, അല്ല നിങ്ങൾക്ക് ഈ നുണ പറയുന്നതൊന്നും അത്ര കഷ്ടമുള്ള കാര്യമല്ലല്ലോ. സത്യമായിട്ടും നിധി, അന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ആധാർ കാർഡ് ഞാൻ അവർക്ക് കൊടുത്തത് അറിഞ്ഞുകൊണ്ടല്ല. അവർ ആധാർ കാർഡ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പെട്ടെന്നാണ് എനിക്ക് ഓർമ്മ വന്നത്, പണ്ട് നീ എൻ്റെ അടുത്ത് ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ വേണ്ടി ഒരു ആധാർ കാർഡ് തന്നിരുന്നല്ലോ. പെട്ടെന്ന് ഫോൺ എടുത്ത് നോക്കുമ്പോൾ അതിലുണ്ട്. അത് ഞാൻ ആ പോലീസുകാരനെ കാണിച്ചു, അത്രയേ ഉള്ളൂ നിധി. മതി നിർത്ത്, ഇനിയും കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണ്ട. വീട്ടുകാർക്കൊക്കെ വിഷമാവുമെന്ന് വിചാരിച്ചാണ് ഇപ്പം ഞാൻ നിന്നോട് സംസാരിക്കുന്നത്. നിധി അകത്തേക്ക് കയറാനായി തുടങ്ങുമ്പോൾ സുധീഷ് പറയുന്നുണ്ട്, നിൽക്ക് നിധി, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. നിനക്കെന്നോട് ദേഷ്യമാണെന്നറിയാം, ഞാനൊരു കാര്യം നിന്നോട് പറയട്ടെ, അത് കേട്ടിട്ട് നീ പോയിക്കോ.
നിൻ്റെ ലൈസൻസ് ഞാൻ ശരിയാക്കുന്നുണ്ട്. അതിന് ഒരു ഐ ഡി പ്രൂഫ്, നിങ്ങളിവിടെ താമസിക്കുന്നതിനുള്ള ഒരു പ്രൂഫ് വേണം. അത് ഞാൻ ശരിയാക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ നിധി ചോദിക്കുന്നുണ്ട്, അതിനും നിങ്ങൾ വല്ല കള്ളത്തരവും കാണിക്കോ? ഏയ് അങ്ങനെ പറയരുത് നിധി, ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല. ലൈസൻസ് ഞാൻ ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് സുധീഷ് അകത്തേക്ക് കയറി പോവാണ്. നിധിയെ തന്നെ തിരിഞ്ഞു നോക്കിക്കൊണ്ടാണ് പോകുന്നത്. നിധിക്കാണെങ്കിൽ സുധീഷിനോട് ഇപ്പോൾ തീർത്താൽ തീരാത്ത ദേഷ്യമാണുള്ളത്. നിധി ഓഫീസിലേക്ക് പോകാനായിട്ട് റെഡി ആവുകയാണ്. അപ്പോൾ നികേഷ് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഏട്ടത്തി ഓഫീസിലേക്കാണോ? ആ അതേടാ, കുറച്ച് നേരം വൈകി, എനിക്ക് പെട്ടെന്ന് അങ്ങോട്ടേക്ക് എത്തണം എന്ന് പറയുന്നു. അപ്പോഴാണ് പോസ്റ്റ്മാൻ പുറത്ത് വന്ന് നിൽക്കുന്നത് കണ്ടത്. നികേഷ് പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അപ്പോൾ പോസ്റ്റ്മാൻ പറയുന്നുണ്ട്, നിധി എന്ന് പറയുന്നൊരു ആളിവിടെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതെ എന്ന് പറയുന്നുണ്ട് നികേഷ്. അങ്ങനെ നിധിനെ വിളിക്കുകയാണ് നികേഷ്. നിധി പെട്ടെന്ന് ചെന്ന് ഒപ്പിട്ട് വാങ്ങിക്കുന്നുണ്ട്. എന്താ ഏട്ടത്തി ഇതെന്ന് നികേഷ് ചോദിക്കുകയാണ്. എനിക്കറിയില്ല നികേഷ് എന്ന് നിധി പറയുന്നുണ്ട്. പെട്ടെന്ന് അത് തുറന്നു നോക്കുകയാണ്. അപ്പോൾ അതിൽ ആധാർ കാർഡാണ്. നികേഷ്, ഇത് ആധാർ കാർഡാണല്ലോ. ഏട്ടത്തി ആധാർ കാർഡിന് അപ്ലൈ ചെയ്തിരുന്നോ എന്ന് നികേഷ് ചോദിക്കുമ്പോൾ ഇല്ലടാ, ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ ആധാർ കാർഡ് വീട്ടിൽ നിന്നും എടുത്തിട്ട് വരികയല്ലേ ചെയ്തത്. അപ്പോൾ പിന്നെ എങ്ങനെ ഈ ആധാർ കാർഡ് ഇവിടെ വന്നു എന്ന് നികേഷ് ചോദിക്കുന്നുണ്ട്. നിധി ആധാർ കാർഡ് വായിച്ചു നോക്കുന്ന സമയത്ത് പെട്ടെന്ന് നികേഷിനോട് പറയുന്നുണ്ട്, നികേഷ് ഇതിലെ അഡ്രസ്സ് എല്ലാം ഇവിടുത്തെ അഡ്രസ്സാണ്, ഇതെങ്ങനെ ഇങ്ങനെ വന്നു എന്ന് പറയുമ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് തൊട്ടുപിറകിൽ സുധീഷ് നിൽക്കുന്നുണ്ട്. സുധീഷിൻ്റെ മുഖത്തേക്ക് നിധി സൂക്ഷിച്ചു നോക്കുക. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇത് നിങ്ങളാണോ ഇങ്ങനെ മാറ്റിയത്? അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, അതെ, ഞാൻ തന്നെയാണ് അഡ്രസ്സ് എല്ലാം മാറ്റി കൊടുത്തത്. നിനക്ക് ലൈസൻസ് എടുക്കണ്ടേ? ഇതിനു വേണ്ടിയാണ് അഡ്രസ്സ് മാറ്റി കൊടുത്തത്. നിങ്ങളെങ്ങനെ എൻ്റെ അഡ്രസ്സ് മാറ്റി കൊടുക്കുമെന്ന് നിധി ചോദിക്കുന്നുണ്ട്. നികേഷ്, ഏട്ടത്തി ഇതിങ്ങോട്ട് താ, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അത് മേടിച്ച് നോക്കുകയാണ്. അപ്പോൾ അതിൽ വൈഫ് ഓഫ് സുധീഷ് എന്ന് എഴുതിയിട്ടുണ്ട്. നിധിക്ക് കാണിച്ചു കൊടുക്കുകയാണ്. നിധി അത് കണ്ട് ദേഷ്യത്തോടെ സുധീഷിൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ്. നിധി എന്തെങ്കിലും പറയാനായിട്ട് തുടങ്ങുമ്പോഴേക്കും സുധീഷ് പറയുന്നുണ്ട്, പ്ലീസ് പ്ലീസ് ഞാൻ പറയട്ടെ നിധി, നിങ്ങൾ ഈ വീട്ടിലാണ് താമസിക്കുന്നതിനുള്ള പ്രൂഫ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ലൈസൻസ് കിട്ടൂ. അപ്പോൾ എൻ്റെ പ്രൂഫിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ വൈഫാണെന്നുള്ളൊരു അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഞാനൊരു ആധാർ കാർഡ് എടുത്തു എന്നേ ഉള്ളൂ. ഇനി നിനക്ക് ലൈസൻസ് എടുക്കാൻ ഒരു പ്രശ്നവുമില്ല. ഇരിക്കരുത് നിധി, നിനക്ക് ലൈസൻസ് എടുക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിതെല്ലാം ചെയ്തത്. ലൈസൻസ് എടുത്തതും എൻ്റെ പേര് മാറ്റി നിൻ്റെ അച്ഛൻ്റെ പേര് അതിൽ ചേർത്തോ. ഇവിടുത്തെ അഡ്രസ്സ് മാറ്റി നിൻ്റെ വീട്ടിലെ അഡ്രസ്സും ചേർത്തോ. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഡൈവോഴ്സിൻ്റെ പേപ്പറും കിട്ടുമല്ലോ. അത് കഴിഞ്ഞാൽ നിനക്ക് വൈഫ് ഓഫ് സുധീഷ് എന്നുള്ളതും മാറ്റി നിധി എന്നുള്ള പേര് മാത്രമാക്കാം. കേട്ടപ്പോൾ നിധി ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറി പോകുന്നുണ്ട്. നിധി അകത്തേക്ക് പോയി എന്ന് ഉറപ്പുവരുത്തി സുധീഷ് പാട്ടുപാടി ഡാൻസ് ചെയ്ത് നികേഷിൻ്റെ തോളിലൂടെ കൈയിട്ടുകൊണ്ട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ടടാ നികേഷ്? അപ്പോൾ ഇതൊക്കെ വേണമെന്ന് വെച്ച് ചെയ്തതാണോ എന്ന് നികേഷ് ചോദിക്കുകയാണ്. പിന്നെ അല്ലാതെ, അവൾ വന്നതിന് ശേഷം എന്നോ ഞാനിതെല്ലാം ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. എങ്ങനെ ഇതൊക്കെ ചെയ്യാൻ കഴിയുന്നു എന്ന് നികേഷ് ചോദിക്കുന്നുണ്ട്. നീ ആ ആധാർ കാർഡിൽ നിന്നും എൻ്റെ പേര് മാറ്റണമെങ്കിൽ അവൾക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അവൾ സ്വയം ചിന്തിക്കും, ഇനി ഇവൻ്റെ കൂടെ അങ്ങ് ജീവിച്ച് കളയാമെന്ന്. ഇത് കേട്ട് നമ്മുടെ നികേഷ് ചിരിക്കുകയാണ്. ചിരിക്കാതെ എന്ത് ചെയ്യും സുധീഷ് ഏട്ടാ? സുധീഷ് ഏട്ടനെ എന്തൊക്കെയാണ് പറയുന്നത്? നിങ്ങളോടൊപ്പം ജീവിക്കണം എന്നുണ്ടെങ്കിൽ നിധിയേട്ടത്തി തന്നെ വിചാരിക്കണം. അവരുടെ മനസ്സിൽ സ്വയം തോന്നണം. അല്ലാതെ ഒരു ആധാർ കാർഡിൽ പേര് മാറി എന്ന് പറഞ്ഞുകൊണ്ട് അവർ നിങ്ങളെ സ്നേഹിക്കാൻ പോകുന്നൊന്നുമില്ല. അവളെന്നെ സ്വയം സ്നേഹിക്കണമെന്നൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ അവൾക്ക് അങ്ങനെ തോന്നണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ ചെയ്യണം. എങ്കിൽ മാത്രമേ അവൾക്ക് തോന്നൂ. അല്ലാതെ സ്വയം അങ്ങ് തോന്നുമൊന്നുമില്ല. അറ്റ്ലീസ്റ്റ് ഒരു ആധാർ കാർഡിലെങ്കിലും ഞാൻ അവളുടെ ഭർത്താവായിരിക്കട്ടെടാ. ഈ ഓഫീസിലെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി അവർ ആധാർ കാർഡ് ചോദിക്കുമ്പോൾ നിധിക്ക് ഈ കാർഡ് എടുത്തു കൊടുക്കാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ അവിടെ ഉള്ളവരെല്ലാവരും നിധി ഇതാരാണ്, നിൻ്റെ ഹസ്ബൻഡാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ലാന്ന് പറയാതിരിക്കാൻ പറ്റില്ല, ആണെന്ന് പറയാനേ പറ്റത്തുള്ളൂ. അങ്ങനെ അവളുടെ മനസ്സിൽ ഞാൻ അവളുടെ ഹസ്ബൻഡാണ് എന്നിങ്ങനെ തോന്നണം. അതിനു വേണ്ടിയാണ് ഞാൻ ഇതെല്ലാം ചെയ്തത്. ഇതെല്ലാം ഒരു ടെക്നിക്കല്ലേ സുധീഷ് ഏട്ടാ, നിങ്ങളെ തിരുത്താനേ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് നികേഷ് അകത്തേക്ക് കയറി പോവുകയാണ്. അങ്ങനെ സുധീഷ് നിധിയെയും കൊണ്ട് തൻ്റെ ഓണറുടെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ്. ലൈസൻസ് എടുക്കേണ്ട കാര്യങ്ങൾക്ക് വേണ്ടിയാണ് കൊണ്ടുപോകുന്നത്. അവിടെ എത്തിയതും ഓണർ നിധിയോട് പറയുന്നുണ്ട്, അന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ച് നിങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ സംസാരിക്കാൻ പറ്റിയില്ല. അന്ന് നിങ്ങൾ വളരെ വിഷമത്തിലായിരുന്നു സുധീഷ്, ജയിലിലായതുകൊണ്ട്.
അതും നിധിയും സുധീഷും പരസ്പരം നോക്കുവാണ്. ഓണർ പറയുന്നുണ്ട്, എൻ്റെ ഭാര്യയും ഇതുപോലെയാണ്. എനിക്ക് എന്തെങ്കിലും ഒരു വിഷമം വന്നാൽ എന്നെക്കാൾ വിഷമിക്കുന്നത് അവളാണ്. അതുപോലെയാണ് നിങ്ങളെന്നും എനിക്ക് തോന്നുന്നു. ഇത് കേട്ട് നിധി ചിരിക്കുന്നുണ്ട്. പെട്ടെന്ന് സുധീഷ് ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി പറയുന്നുണ്ട്, അല്ല ഞങ്ങൾ ലൈസൻസ് എടുക്കേണ്ട കാര്യത്തിന് വേണ്ടി വന്നതാണ്. ഓ എനിക്ക് മനസ്സിലായി, എങ്കിൽ ഈ ഫോമിലൊന്ന് ഫില്ല് ചെയ്ത് സൈൻ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫോം എടുത്ത് നമ്മുടെ നിധിയുടെ നേരെ നീട്ടുകയാണ്. എന്നാൽ പെട്ടെന്നത് സുധീഷ് വാങ്ങുന്നുണ്ട്. എന്നിട്ട് ഫില്ല് ചെയ്യാനായി നോക്കുമ്പോൾ അവനക്ക് ഒന്നും അറിയുന്നില്ല. അപ്പോൾ പതിയെ നിധിയോട് പറയുന്നുണ്ട്, അല്ല എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് വളരെ മോശമാണ്, അതുകൊണ്ട് നിധി തന്നെ ഫില്ല് ചെയ്തോളൂ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ദേഷ്യത്തോടെ ആ ഫോം അങ്ങ് വാങ്ങി നിധി ഫില്ല് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഓണർ അവിടെ നിന്നും എഴുന്നേറ്റ് പോകുന്ന സമയത്ത് സുധീഷ് ആണെങ്കിൽ കള്ളം വീണ്ടും വീണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിധിയോട് പറയുന്നുണ്ട്, അന്ന് ആ ആധാർ കാർഡിൻ്റെ പ്രശ്നം നിധി, എനിക്ക് ആ ആധാർ കാർഡ് പോലീസിന് കൊടുത്തത് എനിക്ക് ഓർമ്മയില്ലേ നിധി, അങ്ങനെ ഒരു ആധാർ കാർഡ് എൻ്റെ കയ്യിലുണ്ടായിരുന്നത് എനിക്ക് ഒട്ടും ഓർമ്മ ഉണ്ടായിരുന്നില്ല. ഞാനത് എപ്പോൾ എടുത്തു കൊടുത്തു എന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. നീ എന്നെ വിശ്വസിക്കണം. ഇത് കേട്ട് നിധി പറയുന്നുണ്ട്, ഒന്ന് മിണ്ടാതിരിക്കാമോ, ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കേണ്ട. അല്ല നിധി, ഇനിയിപ്പോൾ ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാനത് ചെയ്തതെങ്കിലും നിധി എന്നോട് ക്ഷമിക്കണം. അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന തെറ്റ് ഒരിക്കലും പൊറുക്കാൻ കഴിയില്ലെന്ന് നിധി പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ അറിയാതെ ചെയ്തത് പോയ തെറ്റാണെന്ന് വിചാരിച്ച് എന്നോട് പൊറുക്കണേ നിധി, പ്ലീസ് നിധി എന്നിങ്ങനെ കെഞ്ചിക്കൊണ്ടിരിക്കുകയാണ് സുധീഷ്. എന്നാൽ ഇതൊന്നും കേൾക്കാത്ത മട്ടിൽ നിധി ഇരിക്കുന്നുണ്ട്. പെട്ടെന്ന് ഓണർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഫോം എടുത്ത് ഓണർക്ക് കൊടുക്കുകയാണ് നിധി. ശരി, ഇനി എപ്പോൾ RT ഓഫീസിലേക്ക് വരണമെന്ന് ഞാൻ പറയാം, ഞാൻ ഇത് സബ്മിറ്റ് ചെയ്തോളാം എന്ന് പറയുമ്പോൾ അവരവിടെ നിന്നും എഴുന്നേറ്റ് പോവുകയാണ്. അങ്ങനെ നിധി ഒരു ഓട്ടോ വിളിച്ച് ഓഫീസിലേക്ക് പോവുകയാണ്. ഓഫീസിൽ എത്തുന്നത് വരെ നിധിയുടെ മനസ്സിൽ സുധീഷ് പറഞ്ഞ കാര്യങ്ങളും സുധീഷ് തന്നോട് ചെയ്ത ഓരോ തെറ്റുകളും നിധിയുടെ ഓർമ്മയിലേക്ക് ഇങ്ങനെ വരികയാണ്. സുധീഷ് ക്ഷമ ചോദിക്കുന്നതും എല്ലാം ഓരോന്നോരോന്നായി നിധിയുടെ മനസ്സിലേക്ക് ഇങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ട്. ഓഫീസിലെത്തി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ദിവ്യ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. നിധി എന്ന് വിളിക്കുമ്പോൾ നിധി അവിടെ നിന്ന് എഴുന്നേൽക്കുകയാണ്. എന്ത് പറ്റി ദിവ്യ? അല്ല, സിദ്ധാർത്ഥ് സാർ നിന്നെ വിളിക്കുന്നുണ്ട്. വളരെ ദേഷ്യത്തിനാണ് ആള്. വർക്ക് ചെയ്ത് എന്തെങ്കിലും പിഴവ് സംഭവിച്ചാലാണ് സാധാരണ ഇത്രയും ദേഷ്യം ഞാൻ കണ്ടിട്ടുള്ളത്. നിനക്ക് ഒരു ഡിസൈൻ ചെയ്യാൻ തന്നിട്ടുണ്ടായിരുന്നില്ലേ, അതിൽ വല്ല കുഴപ്പവും പറ്റിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ദിവ്യ, എനിക്ക് ഒന്നും അറിയില്ല. ശരി, സാറ് വിളിക്കുന്നുണ്ട്, നീ എന്തായാലും അങ്ങോട്ട് ചെല്ലെന്ന് പറയുന്നു. എന്നാൽ ഇതെല്ലാം കേട്ട് നമ്മുടെ നിധിയും ആകെ ടെൻഷൻ ആവുകയാണ്. നിധി ഒരു ഭയത്തോടു കൂടി സിദ്ധാർത്ഥിൻ്റെ റൂമിലേക്ക് ചെല്ലുകയാണ്. എന്താ സാർ, ദിവ്യ വിളിച്ചു എന്ന് പറഞ്ഞല്ലോ എന്ന് പറയുമ്പോൾ ഇങ്ങനൊരു തെറ്റ് ചെയ്യുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്ന് സിദ്ധാർത്ഥ് പറയാണ്. എന്താണ് സാർ ഞാൻ ചെയ്തത്, എനിക്കൊന്നും അറിയില്ലെന്ന് പറയുമ്പോൾ ബർത്ത്ഡേ കോളത്തിൽ നീ എന്തുകൊണ്ട് ഫോം ഫില്ല് ചെയ്യുമ്പോൾ ഫില്ല് ചെയ്തില്ല എന്ന് സിദ്ധാർത്ഥ് ചോദിക്കുകയാണ്. സാർ എനിക്കൊന്നും മനസ്സിലായില്ല സാർ, എന്താണ് ഈ പറയുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫുകളെല്ലാം ക്ലാപ്പ് ചെയ്തുകൊണ്ട് ഹാപ്പി ബർത്ത്ഡേ നിധി എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് കയറി വരുവാണ്. ഹാപ്പി ബർത്ത്ഡേ നിധി എന്ന് സിദ്ധാർത്ഥും പറയുന്നു.